നാട്ടിൽ പോയിട്ടുള്ള ഒരാളെ കമ്പനിക്ക് അബ്സ്കോണ്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് അബ്സ്കോണ്ടിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കാവുന്നതാണ്. വിസ ക്യാൻസൽ ചെയ്യാതെ നമ്മൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് പറഞ്ഞിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, കണ്ടു നോക്കാവുന്നതാണ്. എനിവേ, ഈ വിഷയത്തിൽ ഉത്തരം പറയുമ്പോൾ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UAE നിയമം അനുസരിച്ചിട്ട് എംപ്ലോയറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണുള്ളതെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ ജോലി സ്ഥലത്ത് എത്താതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എംപ്ലോയറെ അറിയിക്കാതെ വരികയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് UAE നിയമം അനുസരിച്ചിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാവാം, അതല്ലെങ്കിൽ എമർജൻസി ആവാം, ഇതല്ലെങ്കിൽ നമ്മൾ വേറെ ജോലിക്ക് ശ്രമിച്ചിട്ട് ചാടിപ്പോകുന്നതാണ്, പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാവാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ കമ്പനീനെ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു മെഡിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കമ്പനീനെ അറിയിക്കുക. നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കത് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാട്ടിലേക്ക് പോവുകയാണെങ്കിലും ഇതേ സിറ്റുവേഷനാണ്. നിങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് കയറി പോകുന്നു, കമ്പനീനെ അറിയിച്ചിട്ടില്ല. അപ്പോൾ കമ്പനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാജ്യം വിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് മെസ്സേജ് വരും. ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിലും അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ രാജ്യം വിട്ടു, അതിനുശേഷം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ എന്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് നിയമം. ഫോൺ വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഒക്കെ ആയിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നോക്കണം, നിങ്ങൾ അബ്സ്കോണ്ട് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കമ്പനിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു 7 ദിവസത്തിൽ കൂടുതൽ ഏതെങ്കിലും സാഹചര്യത്തിൽ. അങ്ങനെ വന്നാൽ നിങ്ങൾ അബ്സ്കോണ്ട് ചെയ്യാൻ കഴിയും എന്നാണ് UAE നിയമം അനുസരിച്ചിട്ടുള്ളത്. അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ വലിയ സീരിയസ് ഒഫൻസ് ആയിട്ടാണ് UAE കണക്കാക്കുന്നത്. ഇമിഗ്രേഷൻ ലോ ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിഴ എന്ന് പറയുന്നത് വലുതാണ്. നമ്മൾ ഡീപ്പോർട്ടേഷൻ, ബ്ലാക്ക് ലിസ്റ്റിംഗ്, ലൈഫ് ബാൻ, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള ഒരു ബാൻ, ഫൈൻ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പനിയിൽ അറിയിക്കാതെ ഒരു കാരണവശാലും ജോലി സ്ഥലത്ത് 7 ദിവസത്തിൽ കൂടുതൽ വരാതിരിക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരുത്തരുത്. 7 ദിവസമല്ല, 1 ദിവസമായാലും വരാതിരിക്കരുത്. ഇനി അങ്ങനെ വരികയാണെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ചാനലിലൂടെ അവർ അറിയിക്കുക. നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രം പോവുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് പറയാവുന്നതാണ്. ഇനി നിങ്ങൾ അബ്സ്കോണ്ട് ചെയ്തോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറിറ്റൈസേഷൻ്റെ നമ്പർ വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ കോൺടാക്ട് ചെയ്താവുന്നതാണ്. ഞാൻ ആ നമ്പർ ഇതിനകത്ത് കൊടുക്കാം. 600-5900-000 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ ആ നമ്പർ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാം. ഇത് പോസിബിൾ ആണെന്ന് വെച്ചാൽ പോസിബിൾ ആണ്. ഇത്തരത്തിലുള്ള വേറെ വീഡിയോ വീണ്ടും കാണാം. ബൈ.